ഭീമമായ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രതിഷേധിച്ചു. ആലപ്പുഴ കോടതിയുടെ മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ KACA സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു. INL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയന്ത് സി ദാസ്, അഡ്വക്കേറ്റ് പ്രമൽ P, അഡ്വക്കേറ്റ് PK വിജയകുമാർ, സന്തോഷ് സോമരാജൻ എന്നിവർ പ്രസംഗിച്ചു. ഭീമമായ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടികളിൽ നിന്നും വേണ്ടപ്പെട്ടവർ പിൻവാങ്ങിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് വക്കീൽ ഗുമസ്തന്മാരുടെ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നോടൊപ്പം ഇവിടെ സംസാരിക്കാനായി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, 2002 ഇതിനു മുമ്പ് ഒരു കോർട്ട് ഫീസ് വർധനവ് ഉണ്ടായത്. 2002 KM മാണി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ കോർട്ട് ഫീസ് വർധന നടത്തിയത് 1 രൂപ ആയിരുന്നത് 2 രൂപയാക്കുകയും OP-കൾക്ക് 10 രൂപ ആക്കിയിരുന്നത് 50 രൂപ ആക്കുകയുമാണ് ചെയ്തത്. അന്ന് നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ കറുത്ത ബാഡ്ജ് അടിച്ച് അന്യായമായ വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി നടപടികളിൽ പങ്കെടുത്തത് ഞാൻ ഇന്ന് ഓർക്കുന്നു. അന്ന് കേവലം എത്രയാണ് വർദ്ധിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. 1 രൂപ എന്നുള്ളത് 2 രൂപയും 10 രൂപ എന്നുള്ളത് 50 രൂപയും ചില സ്ഥലത്ത് 5 രൂപയും ആക്കുക മാത്രമാണ് ചെയ്തത്. കോർട്ട് ഫീസിൻ്റെ വർധനവിലും അത്രയും ഗണ്യമായ കുറവുണ്ടായിരുന്നു വർധനവിൻ്റെ കാര്യം. പക്ഷേ ഇന്ന് കോർട്ട് ഫീസിൻ്റെ വർധനവ് എത്രയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. 1 രൂപയുടെ സ്ഥാനത്ത് 5 രൂപയുടെ സ്ഥാനത്ത് എത്രയായി, 10 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് എത്രയായി, 100 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് എത്രയായി എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ വർധനവിൻ്റെ പെർസെൻറ്റേജ്? ഒരുപക്ഷെ നമ്മളേക്ക് ശ്രമിക്കുന്ന ആൾക്കാരെല്ലാം ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ അഭിഭാഷകരും അഭിഭാഷക ഗുമസ്തന്മാരും എന്തിനാണ് നമ്മൾ ഈ കോർട്ട് ഫീസ് വർധനവിനെ എതിർക്കുന്നത്? കോർട്ട് ഫീസ് കൊടുക്കേണ്ടത് കക്ഷികളല്ലേ? കക്ഷികൾ കൊടുക്കുമ്പോൾ എന്തിനാണ് അഭിഭാഷകരും ക്ലർക്കുമാരും കൊടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അറിയാം, ജാതകവശാൽ മോശം സമയമാണ് കോടതിയിൽ പോവുക എന്ന് പറയാറുണ്ട്. എനിക്ക് ജാതകത്തിൽ മോശമുള്ളപ്പോഴാണ് കോടതിയിൽ പോകുന്നത്. അങ്ങനെ തന്നെ കോടതിയിൽ പോകാൻ മടി കാണിക്കുന്നൊരു സമൂഹത്തിന് മുമ്പിൽ അന്യായമായി കോർട്ട് ഫീസ് വർധനവ് കൂടെ വരുത്തി കഴിഞ്ഞാൽ കോടതിയിൽ പോകാനുള്ള മടി, അല്ലെങ്കിൽ അന്യായമായി ഒരാളിൽ നിന്നും ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കക്ഷികൾ കോടതിയിൽ വരാൻ മടിക്കുകയല്ല ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുവഴി ജോലി നഷ്ടമുണ്ടാകുന്നതാണ്. അതുവഴി അന്യായമായി ലഭിക്കേണ്ട ഒരവകാശം നേടിയെടുക്കാനുള്ള പബ്ലിക്കിൻ്റെ അവകാശത്തിലൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമര പോരാട്ടങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമരം എന്ന് പറയുന്നത് ശരിക്കും അശാസ്ത്രീയവും അന്യായവുമായ മിതമായ ഫീസ് വർധനവും നടത്തി നീതി തേടി വരുന്ന സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഈ ജുഡീഷ്യറിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷക ക്ലർക്കുമാരെയും ഒരേപോലെ ബാധിക്കുന്ന രീതിയിലാണ് ഈ കോർട്ട് ഫീസ് വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. 5 രൂപ കൊടുക്കേണ്ട കോർട്ട് ഫീസിൻ്റെ സ്ഥാനത്ത് 25 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 120 രൂപ കൊടുക്കേണ്ടടുത്ത് 100 രൂപ എന്ന രീതിയിൽ, അതുപോലെ തന്നെ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് 10 രൂപ കൊടുക്കേണ്ട കോർട്ട് ഫീസ് 50 രൂപ എന്ന രീതിയിൽ ഏതാണ്ട് 5 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് വർധനവിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമീപനം സർക്കാർ എടുത്തിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിലെ എല്ലാ വക്കീൽ ഗുമസ്തന്മാരും പ്രതിഷേധ ബാധ്യതയ്ക്ക് കോടതിയിൽ കയറുന്നതോടൊപ്പം തന്നെ അതാത് കോടതികളുടെ മുൻവശത്തായി ഒരു പ്രതിഷേധ ധർണ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരവും, അതുപോലെ തന്നെ ആലപ്പുഴ യൂണിറ്റ് കമ്മിറ്റി ഇന്നലെ വിളിച്ചു ചേർത്ത അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാളെ കേരളത്തിലെ ആകമാനമുള്ള അഭിഭാഷകർ കോടതി ബഹിഷ്കരണ നടപടിയിൽ ഏർപ്പെടുന്ന സമയം അഭിഭാഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ ദേശീയ ആലപ്പുഴ യൂണിറ്റിലെ മുഴുവൻ അഭിഭാഷക ഗുമസ്തന്മാരും പങ്കാളികളാവുകയും കോടതിയോട് 91 ശേഷം വർധനവ് വരുന്നത് 2003-ലാണ്. 2003 ശേഷം വരുന്ന വർധനവ് 2024-ലാണ്. 2024 ഉണ്ടായ ഫാമിലി കോർട്ട് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള കോർട്ട് ഫീ വർധനവ് ഭീമമായ കോർട്ട് ഫീസ് വർധനവിലേക്ക്